Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced Tutorials in 77th lesson ആണിത്. സ്റ്റിച്ച് ജനറേറ്റർ എന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റാണ് ഈ ഒരു ലെസണിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫർണിച്ചർ മോഡൽസുകളിലേക്ക് റിയലിസ്റ്റിക് ആയ രീതിയിൽ സ്റ്റിച്ചസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മളുടെ മോഡൽസിലേക്ക് യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു മോഡലിലേക്കാണ് സ്റ്റിച്ച് ജനറേറ്റർ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു മോഡലിലേക്ക് ഡിഫറെൻറ്റ് രീതിയിൽ സ്റ്റിച്ചസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി നമ്മൾ ഈ ഒരു മോഡലിൻ്റെ സെഗ്മെൻറ്റ്സ് ഒരു ലൂപ്പായി സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിലേക്ക് ഈ ഒരു സ്റ്റിച്ചസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു എഡ്ജ് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ലൂപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിനെ ലൂപ്പായി സെലക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് ഇതുപോലെ ലൂപ്പായി സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ സ്റ്റിച്ച് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ നിന്ന് ഈ ഒരു സ്റ്റിച്ചിൻ്റെ സൈസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇതുപോലെ ഇവിടെ റൗണ്ട്, ഫ്ലാറ്റ് തുടങ്ങിയ പ്രൊഫൈൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ ഒരു വാല്യൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ഈ ഒരു സെഗ്മെന്റിലേക്ക് ഈ ഒരു സ്റ്റിച്ചസ് ക്രിയേറ്റ് ചെയ്യാനായി ക്രിയേറ്റ് സ്റ്റിച്ചസ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. വളരെ ഫാസ്റ്റായി തന്നെ ഈ ഒരു സ്റ്റിച്ചസ് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സെഗ്മെന്റിൽ ക്രിയേറ്റ് ആവുന്നതാണ്. നമ്മൾ ഈ ഒരു സ്റ്റിച്ചസ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഇൻട്രാക്റ്റീവ് റെൻഡറിങ് യൂസ് ചെയ്തുകൊണ്ട് ഇത് ചെക്ക് ചെയ്യാം. ഈ സ്റ്റിച്ചസ് ക്രിയേറ്റ് ആവുന്നതോടൊപ്പം അതിൻ്റെ മെറ്റീരിയൽസും ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ആവുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ചിൽ ഇതുപോലെ മെറ്റീരിയൽസ് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിലെ ഈ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയോ ഇതിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്റ്റിച്ചസ് ലൂപ്പ് സെലക്ട് ചെയ്യാതെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പെയിൻറ്റ് സ്റ്റിച്ചസ് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് മാനുവലായി നമുക്ക് ഈ ഒരു സ്റ്റിച്ചസിനെ പെയിൻറ്റ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു മോഡലിനെ സെലക്ട് ചെയ്തുകൊണ്ട് പെയിൻറ്റ് സ്റ്റിച്ചസ് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി നമുക്കിവിടെ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ചസ് ലഭിക്കുന്നതാണ്. ഇതുപോലെ ഏതൊരു മോഡലിലേക്കും നമുക്ക് വേണ്ട രീതിയിൽ പെയിൻറ്റ് ചെയ്തുകൊണ്ടും സ്റ്റിച്ചസ് ക്രിയേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സ്റ്റിച്ചസ് ഇതുപോലെ റൗണ്ടായും ഫ്ലാറ്റായും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചസ് ഇതുപോലെ പെയിൻറ്റ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു രണ്ട് സ്റ്റിച്ചസും ഇതുപോലെ ഡിഫറൻ്റ് ആയി ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു സ്റ്റിച്ചസ് ഒരു ഷേപ്പിൽ നിന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഏരിയയിലാണ് ഒരു സെഗ്മെൻറ്റ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ഏരിയയിലെ സെഗ്മെൻറ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ലൂപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിനെ ഇതുപോലെ ലൂപ്പായി സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് ഷേപ്പ് ഫ്രം സെലക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സെലക്ഷനെ ലീനിയറായി സെലക്ട് ചെയ്ത് ഒരു ഷേപ്പായി ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഇതുപോലെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ആയതായി കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ഷേപ്പ് ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം പിക്ക് ബേസ് ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു ചെയർ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കാണാം ഈ ഒരു സീറ്റ് ഇവിടെ ഇതിലേക്ക് ആഡ് ആയിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ ക്രിയേറ്റ് സ്റ്റിച്ചസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സ്റ്റിച്ചസ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ചസ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഷേപ്പിനെ നമുക്ക് തിരിച്ച് റൗണ്ട് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ നിന്ന് റൗണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം അപ്ഡേറ്റ് സ്റ്റിച്ചസ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു സ്റ്റിച്ചസ് ഇവിടെ അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. ഇതുപോലെ നമുക്കിതിൻ്റെ വേരിയൻസ്, റൊട്ടേഷൻ, സ്പേസിംഗ് തുടങ്ങിയവ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്.
നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ റൊട്ടേഷനും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ ആ ഒരു ചേഞ്ചസ് നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയ രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ചസ് വേണമെങ്കിൽ നമുക്കിവിടെ 0 സെറ്റ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിലെല്ലാം ചേഞ്ചസ് ചെയ്തുകൊണ്ട് നമ്മളുടെ മോഡലിനെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റിനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ബട്ടണായി ക്രിയേറ്റ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇതിൽ ടൂൾ ബാർസിൽ കാറ്റഗറിയിൽ CG സോഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ജനറേറ്റർ ഇവിടെ കാണാവുന്നതാണ്. ഇനി ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മളുടെ ടൂൾ ബാറിലേക്ക് നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ഐക്കൺ ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മോഡൽസിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.